ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാധാമ്പാട്ട്. കുറച്ച് പേരുടെ ആവശ്യമായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ കുറേ സ്തുതികളുണ്ടല്ലോ. അതായത് കുന്തി സ്തുതി മുതൽ ഇടയിലൊക്കെ നമുക്ക് അനേക സ്തുതികൾ പറഞ്ഞു തരുന്നുണ്ട്. അതേക്കുറിച്ചൊന്ന്, ആ സ്തുതികൾ മാത്രമായിട്ടൊന്ന് യൂട്യൂബിലിടാമോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പം വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമതായിട്ട് നമുക്ക് വരുന്നത് കുന്തി സ്തുതിയാണ് അല്ലേ, കുന്തി മാതാവിൻ്റെ ഭഗവാനോടുള്ള സ്തുതി. കുന്തി മാതാവ് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ ശേഷം കുറേ കാലം ഹസ്തിനപുരത്തിലുണ്ടായിരുന്നു. പാഞ്ചാലിയുടെ യുദ്ധം അവസാനിച്ചു. പാഞ്ചാലിയുടെ പുത്രന്മാരെയൊക്കെ അശ്വത്ഥമാവ് തീയിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ കുഞ്ഞുങ്ങളെയൊക്കെ സംസ്കാരാദികളൊക്കെ ചെയ്ത് അതിനുശേഷമാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ഉത്തര കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അശ്വത്ഥമാവ് അവിടെ മതിയാക്കിയിട്ട് ഭഗവാൻ അവിടുന്ന് കൊല്ലാതെ വിട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിലുള്ള രത്നമൊക്കെ എടുത്ത് വിരൂപനാക്കി, അല്ലെങ്കിൽ തേജസ് കളഞ്ഞ് പറഞ്ഞയച്ചു. അതിനുശേഷമാണ് കുഞ്ഞുങ്ങളുടെ മരണസംസ്കാരങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ഒരു വംശത്തെ നിലനിർത്തേണ്ടതായ ആ ഗർഭത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള അശ്വത്ഥമാവിൻ്റെ പണി. ആ ഗർഭത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം തൊടുത്ത് വെട്ടിക്കുകയാണ്. അപ്പോഴാണ് ഉത്തര ഭഗവാൻ പോകാൻ പുറപ്പെട്ട് നിൽക്കുന്നിടത്തേക്ക് ഓടി വരുന്നത്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജുഗൽപതി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, ഭഗവാനെ ഒന്ന് രക്ഷിക്കണേ, ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, വംശം നിലനിർത്തേണ്ടതായിട്ടുള്ള എൻ്റെ ഗർഭത്തെ ഇല്ലാതാക്കരുതേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഓടി വന്നു. ഭഗവാൻ അങ്ങനെ തൻ്റെ ചക്രായുധം കൊണ്ട് ആ ഗർഭത്തെ പരിപാലിച്ചു എന്നാണ്. ഇത് കണ്ടപ്പോൾ കുന്തിമാതാവിന് ഭഗവാനോടുള്ള ഭക്തി ഒന്നും കൂടെ കൂടുതലാവുകയാണ്. അപ്പോൾ തൻ്റെ വംശത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ചെയ്ത ആ കാരുണ്യത്തിനെ കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങുകയാണ്. അതാണ് കുന്തി സ്തുതി. ആ കുന്തി സ്തുതിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ ഇത് മനസ്സിലാക്കി തരാം. അതിനുശേഷം ആ കുന്തി സ്തുതിയെക്കുറിച്ച് നമുക്കൊരു 2 ശ്ലോകങ്ങൾ ഇപ്പോൾ എടുക്കാം. അതിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാനെ നമസ്കരിക്കുകയാണ്. എങ്ങനെയുള്ള ഭഗവാനെ? പുരുഷനായിട്ടുള്ള, പ്രകൃതിക്ക് അതീതനായിട്ടുള്ള, എല്ലാവരുടെയും നാഥനായിട്ടുള്ള, ആദ്യ ഈശ്വരനായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ പരമപുരുഷനായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും അന്തർബഹിരവസ്ഥിതം ചെയ്യുന്ന അങ്ങയെ ആർക്കും, നമ്മളുടെയൊക്കെ ഉള്ളിലിരിക്കുന്നു എന്ന് വെച്ചാലും ആർക്കും കാണാൻ പറ്റുന്നില്ല. അലക്ഷ്യനാണ് ഭഗവാൻ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ സ്തുതി. രണ്ടാമത്തെ മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷ്യസേ മൂഢദൃശോ നടോ നാട്യധരായഥ എന്നുള്ള രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഇന്ദ്രിയങ്ങളാൽ കൊണ്ടൊന്നും അറിയാൻ പെടാൻ സാധിക്കാത്ത നാശരഹിതനായിട്ടുള്ള അങ്ങ്
ഒരു നടനെന്ന പോലെ അല്ലെ, നാടകം നടിക്കുമ്പോൾ ഒരു തിരശീല കെട്ടാറുണ്ട്. അതിൻ്റെ മറവിൽ നിൽക്കുന്ന ആ തിരശീല നീക്കുമ്പോൾ നടക്കുന്ന നാടകത്തിലെ നടൻ അതാരാണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാവാറില്ല, വേഷം കെട്ടുന്നത് കൊണ്ട്. അപ്പം അതുപോലെയാണ് വേഷം കെട്ടിയ നടൻ ആരാണ് ഈ വേഷം കെട്ടിയിരിക്കണമെന്ന് ഈ കാണുന്നവർക്ക് അറിയപ്പെടാൻ പറ്റാത്തത് പോലെയാണ് ഭഗവാൻ. എങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റാത്തത്? മൂഢബുദ്ധികളായിട്ടുള്ളവർക്ക്, ജ്ഞാനം പൂർണ്ണമാവാത്തവർക്ക് അങ്ങയെ കാണപ്പെടുന്നില്ല. എനിക്കും ഒട്ടും അറിവില്ലാത്ത ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് 2ാമത്തെ ശ്ലോകം. അടുത്തത് നാളെ. ശ്രീഹരേ നമ. ഒന്ന് വായിക്കാം. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശോ നടോ നാട്യധരോ യഥാ. ശ്രീഹരേ നമ.